എല്ലാവർക്കും നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. 2025 ജൂൺ 1 മുതൽ ഒട്ടേറെ സാമ്പത്തിക നിയമങ്ങളാണ് പുതുതായി അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക മേഖലയിൽ സജീവമായി ഏർപ്പെടുന്ന വ്യക്തികളെയും ബിസിനസ്സുകളെയും ബാധിക്കുന്നതാണ് ഈ മാറ്റങ്ങൾ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ 3.0 സംവിധാനം അവതരിപ്പിക്കൽ, TDS സമയപരിധി, ഓവർനെറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കായുള്ള സെബിയുടെ പുതിയ കട്ട് ഓഫ് സമയക്രമങ്ങൾ തുടങ്ങിയവയാണ് ഇവയിൽ ചിലത്. എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ 3.0 അവതരിപ്പിക്കാൻ സാധ്യതയുള്ളത് ജൂൺ 1 മുതലാണ്. EPF അംഗങ്ങൾക്ക് UPI ATMകൾ വഴി തൽക്ഷണം PF ഫണ്ടുകൾ പിൻവലിക്കാൻ അനുവദിക്കുക തുടങ്ങിയവ 3.0യുടെ സവിശേഷതകളാണ്. PF തുക പിൻവലിക്കലിൻ്റെ ദൈർഘ്യമേറിയ പ്രക്രിയ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മാറ്റങ്ങൾ അവതരിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ 3.0 സംവിധാനം EPF അംഗങ്ങൾക്ക് UPI പ്ലാറ്റ്ഫോമുകളിൽ നേരിട്ട് അവരുടെ പ്രൊവിഡന്റ് ഫണ്ട് ബാലൻസ് പരിശോധിക്കാനും അവരുടെ ഇഷ്ടപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനും അനുവദിക്കുന്നതാണ്. അതുപോലെ മറ്റൊന്നാണ് ഫോം 16 പ്രകാരം നികുതി കിഴിവ് TDS സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള അവസാന തീയതി 2025 ജൂൺ 15-നാണ്. ശമ്പളക്കാരായ ജീവനക്കാർക്ക് തൊഴിലുടമകൾ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഫോം 16. അവരുടെ ശമ്പളത്തിൽ നിന്ന് നികുതി കുറിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന രേഖയാണ് ഇത്. കുറച്ച നികുതി ആദായ നികുതി വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ടെന്നതിൻ്റെ തെളിവായി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും ജൂൺ 1-നകം നൽകേണ്ടതാണ്. അടുത്തത് ആധാർ വിശേഷങ്ങളും അപ്ഡേറ്റും. മൈ ആധാർ പോർട്ടിൽ ആധാർ വിശദാംശങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി ജൂൺ 14-നാണ്. ഈ തീയതിക്ക് ശേഷം എല്ലാ ഓൺലൈൻ അപ്ഡേറ്റുകൾക്കും 25 രൂപയും ആധാർ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് വരുത്തുന്ന അപ്ഡേറ്റുകൾക്ക് 50 രൂപയും ഫീസ് ബാധകമാണ്. അടുത്തതാണ് സെബി നിയമങ്ങൾ. 2025 ജൂൺ 1 മുതൽ ഓവർനെറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കായി ഓഹരി വിപണി നിയന്ത്രകരമായ സെബി പുതിയ കട്ട് ഓഫ് സമയം അവതരിപ്പിച്ചിട്ടുണ്ട്. ആസ്തി മൂല്യം കണക്കുകൂട്ടുന്ന പ്രക്രിയയിൽ സുതാര്യത കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പുതിയ കട്ട് ഓഫ് സമയം. 2025 ജൂൺ 1 മുതൽ ഓവർനെറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കുള്ള കട്ട് ഓഫ് സമയം ഓഫ്ലൈൻ ഇടപാടുകൾക്ക് ഉച്ചകഴിഞ്ഞ് 3 മണിയും ഓൺലൈൻ ഇടപാടുകൾക്ക് വൈകിട്ട് 7 മണിയുമാണ്. കൊട്ടക് മഹീന്ദ്ര ബാങ്ക് പോലുള്ള ചില ബാങ്കുകൾ ജൂൺ മുതൽ ക്രെഡിറ്റ് കാർഡ് ഫീസിൽ മാറ്റങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ചില പ്രത്യേക ക്രെഡിറ്റ് കാർഡുകൾക്കുള്ള ലോഞ്ച് ആക്സസ് നയം ജൂൺ മുതൽ HDFC, ആക്സിസ് ബാങ്ക് പോലുള്ള ബാങ്കുകൾ പരിഷ്കരിക്കുന്നുണ്ട്. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.